മഹാകുംഭമേളയ്ക്കെത്തുന്ന ഭക്തർക്ക് വിപുലമായ സജ്ജീകരണങ്ങളാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഒരുക്കിയിരിക്കുന്നത്. 15 ഏക്കർ സ്ഥലത്ത് തീർത്ഥാടകർക്ക് താമസവും ഭക്ഷണവും അടക്കം ക്രമീകരിച്ചിട്ടുണ്ട്. VHPയുടെ വിവിധ സമ്മേളനങ്ങളും മഹാകുംഭനഗരിയിൽ നടന്നുവരുന്നു. കുംഭനഗരിയിലെ സെക്ടർ 6-ൽ തീർത്ഥാടകർക്ക് താമസമടക്കം ഒരുക്കിയിട്ടുണ്ട്. 15 ഏക്കർ സ്ഥലത്ത് താൽക്കാലിക ടെന്റുകൾ നിർമ്മിച്ചാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് 24 മണിക്കൂറും സൗജന്യമായി ഭക്ഷണവും നൽകി വരുന്നു. പുറമേ നിന്ന് വരുന്ന നമ്മുടെ ഭക്തന്മാർക്ക് ഇവിടെ താമസിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിശേഷിച്ചും ഷാഹി സ്നാനം നടക്കുന്ന സമയത്തൊക്കെ ധാരാളം ആളുകൾ ഇവിടെ പാർപ്പിടം കിട്ടാതെ അവർക്ക് 2 മണിക്കൂർ 3 മണിക്കൂർ തങ്ങുവാനുള്ള വിശ്രമിക്കാനുള്ള അവസരം പോലും കിട്ടാതെ കഷ്ടപ്പെടുന്ന കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തവണ വിശ്വ ഹിന്ദു പരിഷത്തിനെ പോലെ തന്നെ മറ്റു സംഘടനകളുമൊക്കെ ഹൈന്ദവ സംഘടനകളും ഇതുപോലെ തന്നെയുള്ള ധാരാളമായിട്ടുള്ള ആശ്രമങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഏതായാലും ഈ തവണ വളരെ മികച്ച രീതിയിൽ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിന് ഈ ഒരു സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ബജ്രംഗദൾ, മാതൃശക്തി, സന്യാസിമാരുടെ കൂട്ടായ്മയായ മാർഗദർശക് മണ്ഡൽ തുടങ്ങി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഭാഗമായ വിവിധ ഉപസംഘടനകളുടെ സമ്മേളനങ്ങളും കുംഭനഗരിയിൽ നടക്കുന്നു. ടിബറ്റൻ ലാമ സന്യാസിമാരുടെ സാന്നിധ്യവും VHP ക്യാമ്പിലുണ്ട്. Thousands of people are coming here and leaving every day. We are helping them stay and their food arrangements. We are doing that seva every day here. Like us, there are thousands of Hindu organizations that are doing this seva work in the Kumbha. In the Kumbha, various sampradayas, thousands of sadhus come and crores of devotees come. So there is a continuous spiritual guidance, pravachan that is going on. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വോളണ്ടിയർമാർ കുംഭനഗരിയിൽ വിവിധ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ദന്തരോഗ നിർണയത്തിനും മറ്റുമായി ദന്തകുപ്പ് എന്ന പേരിൽ മെഡിക്കൽ ക്യാമ്പും VHPയുടെ നേതൃത്വത്തിൽ തുടരുകയാണ്. ജനം, പ്രയാഗ്രാജ്.